അപ്പോൾ ഇന്ന് നമ്മൾ തെങ്കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം. രാവിലെ 6 മണി തൊട്ട് 12 മണി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സമയം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 4 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ 11:30 ആയി. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് കയറി ഈ ക്ഷേത്രം മിസ് ചെയ്യാതെ തന്നെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ കയറിയത്. വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും ശരിക്കും പറഞ്ഞാൽ ധാരാളം ആളുകൾ വന്ന് അവിടെ ഇരിക്കുന്നതും ഭജന ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്ന് ഇവിടെയാണുള്ളത്. ഏകദേശം 180 അടി ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് സന്ദർശകർക്ക് കാണാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞ പരമശിവനാണ് കാശി വിശ്വനാഥൻ. പലപ്പോഴും നമ്മൾ എന്തെന്ന് പറയണേ, സൗത്ത് ഇന്ത്യയുടെ കാശി എന്ന് തന്നെ പറയുന്നത് ഈ തെങ്കാശി. അതുകൊണ്ട് തന്നെയാണ് തെങ്കാശി എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പണികളും അതുപോലെ തന്നെ ഈ ഗോപുരങ്ങളൊക്കെ കാണാൻ തന്നെ വളരെയധികം ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് അധികം സമയം ഇവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും ഇവിടുത്തെ ഒരു കാമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്ക് കുറേ സമയം ഇവിടെ ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. എന്തായാലും ഞങ്ങളിവിടെ വന്ന സമയം വളരെ അപ്പോൾ ഞങ്ങൾ കൃത്യം ഷാർപ്പ് ടൈമിൽ തന്നെ എത്തി. 12 മണിയുള്ളൂ. 6 മണി തൊട്ട് 12 മണി വരെ ഈ കോവിൽ ഓപ്പൺ ആവും. ഈ സമയത്ത് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റി. എല്ലാ ഭാഗങ്ങളിലും ഒന്ന് കയറി കാണാനുള്ള സമയം കിട്ടി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇനി പോവുകയാണ്. പ്രധാന കോവിലിന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പ്രതിഷ്ഠകളെല്ലാം കാണാം. നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ശില്പകല എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോവിലിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിൽ ഹൽവ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള 2-3 കടകൾ അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് ഈ പോകുന്നത്. ചൂടുള്ളത് വേണോന്ന്? ചൂട് ഹൽവ കൊടുക്കും. ഓരോ മതി. ടേസ്റ്റ് ചെയ്തോണ്ട് റെഡിൻ്റെ അല്ലേ അത്? കൊള്ളാം. ചൂടുള്ള ഹൽവ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ലൈവായിട്ടിരിക്കുന്ന ഹൽവയാണ്. കോവിലിന് നേരെ ഓപ്പോസിറ്റ് തന്നെ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ വലതുവശത്ത് തൊട്ടടുത്ത് തന്നെ ഹൽവ സെൻ്റർ ഉണ്ട്. അവിടെ നമുക്ക് ലൈവായിട്ട് ഹൽവ കഴിക്കാവുന്നതാണ്. അവിടെ സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം. ഹൽവ എങ്ങനെയുണ്ട്? ലൈവ് ഹൽവ കഴിച്ചിട്ട് അടിപൊളി. അല്ല ചൂടുള്ള ഹൽവ ഇവിടെ എന്തായാലും വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കണം. ചൂടൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഹൽവ നമ്മളിവിടെ നിന്ന് കഴിച്ചു. ഇനി നമ്മളിവിടെ നിന്ന് അടുത്ത നെക്സ്റ്റ് സൺഫ്ലവർ ഫീൽഡിൻ്റെ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ശരിയാവാ. ഈ കോവിലിന് ഓപ്പോസിറ്റുള്ള റോഡിലേക്ക് ഇപ്പം ഞങ്ങൾ നടക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്ക് ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്നു. ഇനി വൈകിട്ട് 4 മണിക്കാണ് കോവിൽ ഓപ്പൺ ചെയ്യുന്നത്.
തെങ്കാശിയിൽ നിന്ന് അടുത്തത് സുന്ദരപാണ്ഡ്യപുരത്തേക്കാണ് പോകാൻ പോകുന്നത്. അതിന് മുമ്പ് ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ രാജ് മെസ്സിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു വെജ് ഭക്ഷണം കിട്ടുന്ന തെങ്കാശിയിലെ നല്ലൊരിടമാണ് രാജ് മെസ്സ്. ഞങ്ങൾ വരുന്ന സമയവും അല്പം തിരക്കുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ടേബിളൊക്കെ കിട്ടി. വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് തന്നത്. കാരണം നമ്മൾക്ക് ആവശ്യാനുസരണം ഭക്ഷണം അവർ ചോദിച്ച് തന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ മെസ്സിൽ പോയിരുന്ന് കഴിക്കുന്ന പോലെ ഫീലല്ല, ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തത്. എന്തായാലും നിങ്ങളും തെങ്കാശി പോകുന്നുണ്ടെങ്കിൽ രാജ് മെസ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭക്ഷണത്തിന് നല്ലൊരു ഇടമാണ്. ഇപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാജ് മെസ്സിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്കും തെങ്കാശി വന്നിട്ടുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് രാജ് മെസ്സ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.